ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നിഷാസ് പവർഫുൾ കിച്ചണിൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റേഷൻ കടയിൽ നിന്നും നമുക്ക് കിറ്റിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചൊരു കിണ്ണത്തപ്പം. അപ്പോൾ അതിന് വേണ്ട നാളികേരം തേങ്ങ നമ്മൾ അരമുറി എടുത്ത് ചിരകിയിട്ടുണ്ട്. അതൊരു പാനിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മളുടെ റേഷൻ കിറ്റിലെ നുറുക്ക് ഗോതമ്പും നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നാളികേരം ഒന്ന് ഡ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് നുറുക്ക് ഗോതമ്പും ചേർത്ത് ഒന്ന് വറുത്ത് എടുക്കാം. നന്നായിട്ട് വറുത്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു വിധം ഒന്ന് വറുത്ത് വന്നാൽ നമുക്കൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അത് പൊടിക്കുമ്പോൾ തന്നെ ഫൈൻ പൗഡർ ആവണമെന്നൊന്നുമില്ല. ചെറിയ തരിയോട് കൂടിയിട്ട് തന്നെ ഇതേപോലെ കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. അപ്പോൾ ഏകദേശം തരികളൊക്കെ ഉണ്ട് ഇതിൽ. എന്നാൽ ഫൈൻ പൗഡർ ആവുകയും ചെയ്യേണ്ട ആ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് കണ്ടില്ലേ ഇതേ രീതിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. അത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമ്മൾ നുറുക്ക് ഗോതമ്പ് മിക്സിയിലിട്ട് കറക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടും. ഇനി നമ്മൾക്ക് വേണ്ടത് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. ശർക്കര ഉപയോഗിച്ച് ശർക്കര ഉരുക്കിയിട്ടും നമുക്കിത് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. പഞ്ചസാര കാരമലൈസ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് പാനിൽ നിരത്തിയിട്ട് കൊടുക്കുക. നന്നായിട്ട് തീ കൂട്ടി കൊടുക്കണ്ട, അപ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളുടെ കിണ്ണത്തപ്പത്തിന് കയ്പ്പ് രസമാണ് വരിക. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിമിലും അല്ല മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഫ്ലെയിം ആക്കിയതിന് ശേഷം ഒന്ന് പഞ്ചസാര എല്ലായിടത്തും ഫ്രൈ പാനിൽ എല്ലായിടത്തും ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഏകദേശം കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് മെൽട്ടായിട്ട് വരും. അപ്പോൾ അതാ കുറച്ച് ഭാഗങ്ങളെല്ലാം മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ലിക്വിഡ് ഫോമിലാവുമ്പോൾ നമ്മളുടെ ഗോതമ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നുറുക്ക് ഗോതമ്പ് പൊടിച്ച് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേ പ്രോസസ്സ് തന്നെ ശർക്കര ഉരുക്കിയിട്ടും ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഇത് പഞ്ചസാര കാരമലൈസ് ചെയ്തുകൊണ്ടാണ് കിണ്ണത്തപ്പം റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ പല രീതിയിലും ചെയ്യാം, അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇതാ നമ്മളുടെ പഞ്ചസാര മെൽട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 4 ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്തു. കണ്ടില്ലേ. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നുറുക്ക് ഗോതമ്പും തേങ്ങയും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചതായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഒരുപാട് നമുക്ക് കിറ്റുകളിലെല്ലാം ഈ നുറുക്ക് ഗോതമ്പ് കിട്ടുന്നുണ്ട്. ഇതെന്ത് ചെയ്യുമെന്നുള്ളത് വീട്ടമ്മമാർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. എത്രയെന്ന് വെച്ചാൽ ഉപ്മാവ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ പല രീതിയിലും അത് ഉപയോഗിക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊന്നും തയ്യാറാക്കി നോക്കുക കിണ്ണത്തപ്പമായിട്ട്. ഇനി അതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയം നമുക്കതിങ്ങനെ കാരമലൈസ് ചെയ്തെല്ലാം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതെല്ലാം ഒന്ന് ഉടച്ച് ചേർത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞു. നമ്മുടെ ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. പാകത്തിന് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതല്ല ഇതിൽ കളറ് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ നുറുക്ക് ഗോതമ്പിൻ്റെ ആ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് പാത്രത്തിലേക്കാണോ സെറ്റ് ചെയ്യാൻ വെക്കേണ്ടത് ആ പാത്രം, ആ ഒരു മോൾഡ് എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തു, അല്ലെങ്കിൽ നെയ്യ് തടവി കൊടുക്കുക കേട്ടോ. ഇനി നമ്മളുടെ ഈ ഗോതമ്പ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഗോതമ്പ് നമ്മൾ അതിലേക്ക് ചൂടോടുകൂടി തന്നെ സെറ്റ് ചെയ്യാനായിട്ട് നിരത്തി ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരു സ്പാച്ചിൽ എന്തെങ്കിലും എടുത്ത് ഒന്ന് ലെവൽ ചെയ്താൽ മതി. ഇപ്പോൾ ചൂടോടെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് മോൾഡ് ചെയ്ത് വെക്കുന്നത് ആ ഒരു പാത്രം എടുത്ത് ഓയിൽ ചെയ്തതിന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഈ ഗോതമ്പ് അതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുക. ഇനി ഒന്ന് മേൽഭാഗമെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഈ അപ്പത്തിൻ്റെ മേലെ 1 സ്പൂണ് കൂടെ വെളിച്ചെണ്ണയോ നെയ്യോ ഒന്ന് ഒഴിച്ച് ഒന്ന് ലെവൽ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ശരിക്കുള്ള ഗോതമ്പാണെങ്കിൽ കൂടി ഇങ്ങനെ ചെയ്യാം കേട്ടോ. നുറുക്ക് ഗോതമ്പ് ഇല്ലെങ്കിലും ഗോതമ്പ് നമ്മളെ കയ്യിലുള്ളെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് കറക്കുക. അപ്പോൾ നുറുക്ക് ഗോതമ്പായി. കഴുകി ഉണക്കിയ നുറുക്ക് ഗോതമ്പാണെങ്കിൽ പെട്ടെന്ന് മിക്സിയിലൊന്ന് പൊടിഞ്ഞു കിട്ടും. എന്നതിന് ശേഷം ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഒരുപാടൊക്കെ ഗോതമ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇനി മേലെ ഞാൻ കുറച്ചുകൂടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഗ്ലൈസിംഗ് ഒക്കെ കിട്ടും, അതിന് വേണ്ടിയാണ്. ഇനി ഇത് ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം. ഞാനിവിടെ പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഞാനിത് കട്ട് ചെയ്യുന്നുണ്ട് വീഡിയോയ്ക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ക്ഷമയില്ല, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മളെ കിണ്ണത്തപ്പം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടൊരു കിണ്ണപ്പം റെഡിയാക്കിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കാൻ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഒന്നുകൂടെ കട്ടിയാവാൻ തണുത്തിട്ട് ഒന്ന് ഉറച്ച് വരേണ്ടതുണ്ട്. കണ്ടില്ലേ, വളരെ രസകരമായിട്ട് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വിഭവം ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു അടാറ് വിഭവമായി കാണുന്നവരെ ബായ്, താങ്ക് യു.